ഉദയംപേരൂർ സുനഹദോസിൻ്റെ 425-ാം വാർഷികാഘോഷങ്ങൾ ഓഗസ്റ്റ് 22 വ്യാഴാഴ്ച എറണാകുളം POCയിൽ വെച്ച് നടക്കും. 1599 നടന്ന ഉദയംപേരൂർ സുനഹദോസ് കേരളത്തിൻ്റെ നവോത്ഥാനത്തിന് നാന്ദി കുറിച്ച ചരിത്ര സംഭവമാണ്. സാമൂഹിക മതാത്മക മേഖലകളിലെ അനാചാരങ്ങൾക്കും നീതികേടുകൾക്കുമെതിരെ ഉയർന്ന ആദ്യത്തെ ശബ്ദവിപ്ലവമായിരുന്നു ഉദയംപേരൂർ സുനഹദോസ്. KRLCC ഹെറിറ്റേജ് കമ്മീഷൻ വരാപ്പുഴ അതിരൂപതയുടെ സഹകരണത്തോടെയാണ് വാർഷിക ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതോടനുബന്ധിച്ച് ശില്പശാലയും പൊതുസമ്മേളനവും നടക്കും. ഉച്ചയ്ക്ക് 2:30 നടക്കുന്ന ശില്പശാലയിൽ കേരള നവോത്ഥാന സമാരംഭം എന്ന വിഷയത്തിൽ ചരിത്രകാരനായ ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി മലയാള ഭാഷയിലെ സുദീർഘവും സമ്പൂർണവുമായ പ്രഥമ ഗദ്യരചന എന്ന വിഷയത്തിൽ കേരള നോളജ് ഇക്കണോമി മിഷൻ ഡയറക്ടർ ഡോക്ടർ PS ശ്രീകല, ഉദയംപേരൂർ സുനഹദോസിൻ്റെ കാലാതിവർത്തിയായ പ്രസക്തി എന്ന വിഷയത്തിൽ ഇന്ത്യൻ കാത്തലിക് പ്രസ് അസോസിയേഷൻ പ്രസിഡന്റ് ഇഗ്നേഷ്യസ് ഗോൺസാൽവസ് എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. കോട്ടപ്പുറം രൂപത മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ മോഡറേറ്ററായിരിക്കും. KRLCC വൈസ് പ്രസിഡന്റ് ജോസഫ് ജൂഡ് സ്വാഗതം ആശംസിക്കും. തുടർന്ന് വൈകിട്ട് 5-ന് നടക്കുന്ന പൊതുസമ്മേളനം പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. വരാപ്പുഴ അതിരൂപത മെത്രാപ്പൊലീത്ത ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ അധ്യക്ഷത വഹിക്കും. ഷെവലിയർ ഡോക്ടർ പ്രിമൂസ് പെരിഞ്ചേരി രചിച്ച ഉദയംപേരൂർ സുനഹദോസിൻ്റെ കാനോനകൾ ആധുനിക മലയാള ഭാഷാന്തരണം എന്ന ഗ്രന്ഥം ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ റിട്ടയർഡ് ജസ്റ്റിസ് മേരി ജോസഫിന് നൽകി പ്രകാശനം ചെയ്യും. KRLCBC ഹെറിറ്റേജ് കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കന്തല പുസ്തകം പരിചയപ്പെടുത്തും. ഹെറിറ്റേജ് കമ്മീഷൻ സെക്രട്ടറി ഡോക്ടർ ആൻ്റണി പാട്ടപ്പറമ്പിൽ, ഡോക്ടർ പ്രിമൂസ് പെരിഞ്ചേരി എന്നിവർ പ്രസംഗിക്കും.